പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ചെങ്കടലിൽ ഹൂതികളുടെ വിളയാട്ടവും തുടരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കലുഷിതാവസ്ഥ സൃഷ്ടിച്ച് ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതർ. പശ്ചിമേഷ്യയിൽ പടർന്നു പിടിക്കുന്ന US-ഇറാൻ യുദ്ധത്തിന് പുതിയൊരു പോർമുഖം തുറന്നിട്ടുകൊണ്ടാണ് ഈ നീക്കം. ഉപരോധം ലംഘിച്ചു എന്നാരോപിച്ചാണ് സൗദിയുടെ എൻസലിയ, ലൈല എന്നീ 2 കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി സൗദി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻസലിയ കപ്പലിന് നേരെയുണ്ടായ ആക്രമണമാണ് സൗദി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു. സൗദിക്കെതിരായ ഉപരോധ ഭീഷണി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഹൂതികളെ കൈകാര്യം ചെയ്യുമെന്ന് US പ്രസിഡന്റ് നേരത്തെ അറിയിച്ചിരുന്നു. ഹോർമൂസിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ എണ്ണ കയറ്റുമതിക്കായി സൗദി അറേബ്യ ആശ്രയിച്ചിരുന്നത് ബാബ് അൽ മന്ദേബ് കടലിടുക്കായിരുന്നു. ഇതിനിടെ ഇറാനെതിരെ US തുടർച്ചയായി 12ാം ദിവസവും ആക്രമണം നടത്തി. ഇറാൻ നാവിക ആസ്തികൾ, മിസൈൽ, ഡ്രോൺ സംഭരണ സൗകര്യങ്ങൾ, തീരദേശ നിരീക്ഷണ സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ അമേരിക്കൻ സേന ആക്രമണം നടത്തി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾ ഇറാനിലെ സാധാരണക്കാരെയും വാണിജ്യ കപ്പലുകളെയും ആക്രമിക്കാനുള്ള കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും US അവകാശപ്പെട്ടു. 50,000-ൽ അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അവർ അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും തയ്യാറെടുപ്പുകളുമായി നിലകൊള്ളുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. ഇറാനിലെ പാർലമെന്റ് സ്പീക്കറും മുഖ്യ മധ്യസ്ഥനുമായ മുഹമ്മദ് ബാഖർ കാലിബാഫാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും എണ്ണ വിൽക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിലൂടെ അദ്ദേഹം നിലപാട് അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സാഹചര്യം ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ മറ്റാരും എണ്ണ വിൽക്കില്ല എന്നാണ് കാലിബാഫ് കുറിച്ചത്. ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെങ്കിൽ ഈ മേഖലയിലെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതമായിരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ അസാന്നിധ്യമാണ് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നതെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഭീഷണിയാണ് ഇറാന്റെ പുതിയ പ്രതികരണത്തിന് കാരണമായത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന ഓരോ തവണയും ഇറാന്റെ ഒരു പാലമോ വൈദ്യുത നിലയമോ അമേരിക്കൻ സേന ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ലോകത്തെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും നടക്കുന്നത് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം രൂക്ഷമായത് മുതൽ ഈ പാതയിലൂടെയുള്ള ഗതാഗതം കടുത്ത പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ പുതിയ നാവിക ക്രമീകരണങ്ങളുമായി ഏകോപിപ്പിച്ച് പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിലും തങ്ങളുടെ ദീർഘകാല സുരക്ഷയുടെ ഭാഗമായി ഈ ജലപാതയുടെ നിയന്ത്രണം ഇനിയും തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങൾക്കും ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ തടസ്സങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വിലയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.